അറിയാം ഇവനൊരു ചെറിയ ഭീകരനാണെന്ന്. കൊച്ചിൻ ഫ്ലവർ ഷോയിലെത്തുന്ന കാണികളുടെ കണ്ണുകളെ അതിശയിപ്പിക്കുകയാണ് പ്രാണിപ്പിടിയൻ ചെടികൾ. പാഠപുസ്തകങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ഇരപിടിയൻ ചെടികൾ നേരിൽ കാണാനുള്ള അത്യപൂർവ അവസരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 5 ജനസുകളിലായി അനേകം വ്യത്യസ്ത സ്പീഷീസുകളിലെ ഇരപിടിയൻ ചെടികളുടെ ശേഖരമാണ് പുഷ്പമേളയിൽ ലക്ഷ്മി അശോക് കുമാർ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. നെപ്പന്തസ്, സൻഡ്യൂ, വീനസ് ഫ്ലൈട്രാപ്പ്, സെറസീനിയ, യുട്രിക്കുലേറിയ എന്നീ ഇനങ്ങളിലായി 50ഓളം ഇനം അത്യപൂർവമായ പ്രാണിപ്പിടിയൻ ചെടികളാണ് ഇവിടെയുള്ളത്. സസ്യലോകത്ത് എന്നും ഒരു അത്ഭുതമാണ് പ്രാണികളെയും മറ്റു ജീവികളെയും ആഹാരമാക്കുന്ന ഇത്തരം സസ്യങ്ങൾ. മണ്ണൊലിച്ചു പോയി വളക്കൂറ് നഷ്ടപ്പെട്ട പ്രദേശങ്ങളിൽ വളരെ കുറഞ്ഞ മണ്ണിൽ പോഷക ഗുണം ലഭിക്കാനായിട്ടാണ് പ്രാണിപ്പിടിയൻ ചെടികൾ പരിണമിച്ചുണ്ടായിട്ടുള്ളത്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും അധികം ഇരപിടിയൻ ചെടികളുടെ ശേഖരമുള്ളതും ഇന്ന് ലക്ഷ്മിക്കാണ്. ഇന്ത്യയിലെ വ്യത്യസ്ത ഇനങ്ങൾ, നാടൻ ഇനങ്ങൾ, പുറം രാജ്യങ്ങളിൽ നിന്നെത്തിച്ച സങ്കര ഇനങ്ങൾ എന്നിവയാണ് മേളയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ചെക്ക് റിപ്പബ്ലിക്, തായ്ലൻഡ്, ഇന്തോനേഷ്യ, കാലിഫോർണിയ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് വിദേശീനം പ്രാണിപ്പിടിയൻ ചെടികൾ എത്തിച്ചിട്ടുള്ളതെന്ന് ലക്ഷ്മി പറയുന്നു. ഞാൻ ലക്ഷ്മി. ഞാനിവിടെ എറണാകുളം സ്വദേശി തന്നെയാണ്, എടപ്പള്ളി. എൻ്റെ കളക്ഷനാണ് ഈ കാർണിവോറസ് പ്ലാന്റ്സിൻ്റെ. ഇത്തവണ കൊച്ചിൻ ഫ്ലവർ ഷോയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഞാനിത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. പലതരം ഒരു 5 ജനസ് തന്നെ കാർണിവോറസ് പ്ലാന്റ്സിൻ്റെ ഫാമിലീസ് തന്നെ ഇവിടെ ഡിസ്പ്ലേയിലുണ്ട്. ഏറ്റവും കൂടുതൽ നെപ്പന്തസ് തന്നെയാണ്. പിക്ചർ പ്ലാന്റ്സ് വളരെ പോപ്പുലർ ആയിട്ടുള്ള കാർണിവോറസ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പല ടൈപ്പ് അത് കാർണിവോറസ് ആയിട്ടുള്ള നെപ്പന്തസ് ആണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ളത്. പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള വീനസ് ഫ്ലൈ ട്രാപ്സ്, അതും എല്ലാവർക്കും കാണാനും വളരെ ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും, കുട്ടികളുടെ എസ്പെഷ്യലി എല്ലാ അറ്റൻഷനും ഈ വീനസ് ഫ്ലൈ ട്രാപ്സിലാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള ഇതുപോലെ വേറെയും ഫാമിലീസ് ഉണ്ടെന്നുള്ളതും ഒക്കെ അറിയാനും എനിക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഈ കൊച്ചിൻ ഫ്ലവർ ഷോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. എറണാകുളം സ്വദേശിയായ ലക്ഷ്മി അശോക് കുമാറാണ് ഈ പ്രാണിപ്പിടിയൻ ചെടികൾ പ്രദർശിപ്പിക്കുന്നത്. 5 വർഷം മുമ്പാണ് പ്രാണിപ്പിടിയൻ ചെടികൾ പരിപാലിക്കാൻ ലക്ഷ്മി തുടങ്ങിയത്. യാത്രകൾ ഏറെ ഇഷ്ടമുള്ള ലക്ഷ്മി ഒരു ഇടുക്കി യാത്രയിലാണ് യാദൃശ്ചികമായി സൺഡ്യൂ എന്ന പ്രാണിപ്പിടിയൻ ചെടി കാണുന്നത്. പിന്നീട് ഇതിന്റെ ആകൃതി കണ്ട് കൗതുകം തോന്നുകയും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ലക്ഷ്മി ചെയ്തു. അതോടൊപ്പം തന്നെ ചെടി വാങ്ങി വീട്ടിൽ പരിപാലിക്കാനും ലക്ഷ്മി തുടങ്ങി. കേരളത്തിൽ വളരെ വിരളമായി മാത്രം കിട്ടുന്നതിനാൽ വടക്കേ ഇന്ത്യയിൽ നിന്നും പിന്നീട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതിന്റെ വിത്തുകൾ വാങ്ങുകയും ചെയ്തു. ഇന്ന് പ്രാണിപ്പിടിയൻ ചെടികളുടെ മലയാളികൾ ഇതുവരെ കാണാത്ത വ്യത്യസ്ത ഇനങ്ങൾ ലക്ഷ്മിയുടെ വീടിന്റെ ടെറസിലുണ്ട്. ഓരോ ജനസ് പ്രാണിപ്പിടിയൻ ചെടികൾക്കും ഇരപിടിക്കുന്നതിന് അതിൻ്റെതായ ട്രാപ്പിംഗ് മെക്കാനിസം ഉണ്ട്. കൂജയുടെയോ കുടത്തിന്റെയോ ആകൃതിയിൽ പ്രാണികളെ ഇരയാക്കാനുള്ള അവയവമാണ് പിക്ചർ പ്ലാന്റ്സ് ചെടികൾക്ക് ഉള്ളത്. ഈ ചെടിയുടെ ഭംഗിയും സവിശേഷതയും ഇലയുടെ അറ്റത്ത് തൂങ്ങിക്കിടക്കുന്ന ഈ പിക്ചറുകൾ തന്നെയാണ്. പിക്ചറിന്റെ മുകളിലായി അടപ്പുമുണ്ട്. പിക്ചറിനുള്ളിലുള്ള കൊഴുത്ത ദ്രാവകത്തിൽ അബദ്ധത്തിൽ വീഴുന്ന പ്രാണികളെ ഇവ ദഹിപ്പിച്ച് ആവശ്യമുള്ള പോഷകങ്ങൾ വലിച്ചെടുക്കുന്നു. ഇവയിലുള്ള ദ്രാവകത്തിന്റെ രുചി മധുരമാണ്. ട്രംപ് പിക്ചർ പ്ലാന്റ്സിന്റെ ഇലകൾ തന്നെ ട്രാപ്പാണ്. പിറ്റ്ഫോൾ ട്രാപ്പ് എന്നാണ് ഇതിനെ പറയുന്നത്. വീനസ് ഫ്ലൈ ട്രാപ്പിൽ ഇലയുടെ അറ്റത്ത് കാണുന്ന 2 വശത്തേക്കുള്ള പാളികൾ ഉപയോഗിച്ചാണ് പ്രാണികളെ ഈ ചെടി ഇരയാക്കുന്നത്. ഈ പാളികളുടെ അരികിലൂടെ മുള്ളുകളും ഉണ്ടാവും. പ്രാണി ഉള്ളിൽ കയറിയാൽ പാളികൾ വേഗത്തിൽ അടയും. ദഹനത്തിന് ശേഷം മാത്രമേ ഇത് പിന്നീട് തുറക്കുകയുള്ളൂ. ബ്ലാഡർ വർക്ക് ചെടികളിൽ ഇലകളുടെ തുടക്കത്തിൽ തന്നെ ചെറിയൊരു സഞ്ചി പോലുള്ള ആകൃതിയിലുള്ള ഭാഗമുണ്ട്. സൂക്ഷ്മജീവികളെ പിടിക്കാനാണിത്. കേരളത്തിലെ കാലാവസ്ഥ പ്രാണിപ്പിടിയൻ ചിലയിനം ചെടികൾക്ക് അനുകൂലമാണെങ്കിലും സവിശേഷമായ ശ്രദ്ധ ആവശ്യമുണ്ട്. ജലസാന്ദ്രതയുള്ള കാലാവസ്ഥയാണ് ചെടികൾക്ക് ഏറ്റവും ഉചിതം. എന്നാൽ വളം ഉപയോഗിക്കരുത്. മറ്റു ചെടികൾ നടുന്നതുപോലെ മണ്ണിലല്ല പ്രാണിപ്പിടിയൻ ചെടി നടേണ്ടത്. ചകിരിച്ചോറും സ്പാഗ്നം മോസും ഉപയോഗിച്ചാണ് ഇവ നട്ടുപിടിപ്പിക്കുന്നത്. ശുദ്ധമായ വെള്ളം മാത്രമേ ചെടികൾക്ക് ഉപയോഗിക്കാവൂ. എക്സോട്ടിക് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കളക്ടേഴ്സ് ഐറ്റങ്ങളാണ് ഇവയെല്ലാം. 750 രൂപ മുതൽ 10,000ങ്ങളിലേക്ക് വിലയെത്തുന്ന ഈ അപൂർവ സസ്യങ്ങൾ
ഫ്ലവർ ഷോയിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ലെങ്കിലും ലക്ഷ്മിയുടെ പച്ചഭൂമി എന്ന ഓൺലൈൻ ഷോപ്പ് സന്ദർശിക്കാനുള്ള മാർഗനിർദ്ദേശം പവലിയൻ സന്ദർശിച്ചാൽ ലഭ്യമാകും. ന്യൂസ് ബ്യൂറോ, ചാനൽ 91.